മതിയാക്കാൻ, ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് ലോകം വിടേണ്ടി വരുമെന്ന്. ഈ വാദത്തിൽ ഓരോ സാക്ഷിയും നമ്മളോട് പറഞ്ഞു കൊല നടന്നത് 2:15 നിങ്ങളോട് ആ പാവ തന്നെ വന്ന് പറഞ്ഞു ഇനി അത് കൊല നടത്താൻ പോവാന്ന്. എല്ലാവരും ഒച്ച കേട്ടുവെന്ന്. എന്താ നിങ്ങൾ കേട്ടിരുന്നു? എന്റെ കക്ഷി റോക്കി നിരപരാധിയാണ്. ഈ കൊല അദ്ദേഹമല്ല ചെയ്തത്. മരണപ്പെട്ട ധനുഷ് നാഗരാജ് തന്റെ അക്രമിയെ, തന്റെ കൊലയാളിയെ റോക്കി എന്ന പേരിൽ വിളിക്കും. യുവർ ഓണർ, മേ ഐ അപ്രോച്ച് ദി ബെഞ്ച്? യെസ്. ഇപ്പോൾ ഒരു അജ്ഞാത നമ്പറിൽ നിന്നും മെസ്സേജ് വന്നിരിക്കുന്നു. എന്റെ അച്ഛന്റെ ആരോഗ്യം വളരെ മോശമാണെന്ന്. താങ്കൾ അനുവദിച്ചാൽ ഞാൻ. അങ്ങനെയെങ്കിൽ പ്ലീസ് ഗോ അഹെഡ്. നിങ്ങൾ അറിയാതെ തന്നെ എന്റെ ജോലി എളുപ്പമാക്കി തന്നു. Now the picture is very clear. റോക്കി ധനുഷിനെ ആ കത്തി കൊണ്ട് കുത്തിക്കൊന്നു. നിനക്ക് എന്ത് തോന്നി? കൊലയാളി ഇവരാണെന്നോ? കൊലയാളി ഇവരല്ല, ഞാനാണ്. പക്ഷെ ഞാൻ ചെയ്തതിനുള്ള ശിക്ഷ റോക്കിക്ക് ലഭിക്കണം. നിന്റെ നിരപരാധിത്വം ഏകദേശം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി കോടതിയിൽ ശില്പയാണ് കുറ്റവാളിയെന്ന് തെളിയിക്കാനേ ബാക്കിയുള്ളൂ. വേറെ വഴിയൊന്നുമില്ല. ഞാൻ ഈ കേസ് തോൽക്കേണ്ടി വരും. ബുദ്ധിയുള്ളവന് സൂചനകൾ തന്നെ ധാരാളമാണെന്ന്. പക്ഷെ നീ ബുദ്ധിയില്ലാത്തവനാണെന്ന് തെളിയിക്കുകയാണല്ലോ KD പാഠക്. ഡിഫൻസിന്റെ മൗനം ഈ കാര്യത്തിന്റെ തെളിവാണ്. Do you agree with me, Mr. പാഠക്? Mr. പാഠക്? 4, 3, 2. I agree, Your Honor. എല്ലാ തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ ഈ കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നു. കുറ്റം ആരോപിക്കപ്പെട്ട റോക്കി അഥവാ രൺദീപ് സിൻഹ ധനുഷ് നാഗാർജുനെ വളരെ നിർദാക്ഷിണ്യം കൊല ചെയ്തു എന്ന്. ഈ കടുത്ത കൊലക്കുറ്റത്തിന് ഈ കോടതി രൺദീപ് സിൻഹയെ സെക്ഷൻ 302 പ്രകാരം മരണം വരെ തൂക്കുവാൻ ഉത്തരവിടുന്നു. To be hanged until death. The case is closed. Mind blowing. നിങ്ങളുടെ ആദ്യത്തെ പരാജയം എന്റെ കൈകൊണ്ട്. സാറിന്റെ പരാജയമല്ല. റോക്കി ഇനി വേണമെങ്കിൽ രക്ഷപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത്. പക്ഷെ ശില്പയെ രക്ഷിക്കാൻ ആ കുറച്ച് നിമിഷങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ സാർ വിജയിക്കുകയും ചെയ്തു. ഇതൊരു ജയത്തിനേക്കാളും കുറവല്ല സാർ. വരുൺ, നിനക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ ഞാൻ കേസ് തോറ്റതിന് ശേഷം അയാൾ ശില്പയെ കൊന്നിട്ടുണ്ടാവില്ലെന്ന്? പക്ഷെ സാർ, അയാൾ പറഞ്ഞത് ശില്പയെ വെറുതെ വിടുമെന്നല്ലേ? ആരാണ് പറഞ്ഞത്? ആ കൊലയാളിയോ? ശില്പ സുരക്ഷിതയാണെന്ന് വിവരം ലഭിക്കുന്നതുവരെ ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി തന്നെ നിൽക്കും. എനിക്കറിയില്ല ആരാണ് എന്നെ ബന്ദിയാക്കിയതെന്ന്. ഞാൻ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ പോയതും ആരോ പിന്നിൽ നിന്ന് എന്റെ മുഖം പൊത്തി എന്നെ ബോധം കെടുത്തി. എനിക്ക് ബോധം തെളിഞ്ഞപ്പോ എന്നെ കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്റെ കണ്ണിലും വായിലും കെട്ടുണ്ടായിരുന്നു. എന്റെ ശരീരത്തിൽ എന്തോ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോക്ക് പോലെ ടിക് 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 ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പേടിക്കണ്ട ശില്പ, നിനക്കൊന്നും സംഭവിക്കില്ല. KD പാഠക് വിചാരിക്കുകയാണെങ്കിൽ. അപ്പോൾ അയാൾ നിങ്ങളോട്
റാംബോയുടെ ശബ്ദത്തിലാണ് സംസാരിച്ചത്, സ്വന്തം ശബ്ദത്തിലല്ല. അതെ സർ. എന്റെ കണ്ണിൽ കെട്ടുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുഖം കാണാൻ സാധിച്ചില്ല. എനിക്ക് ആദ്യം തോന്നി എന്നെ കൊന്നു കളയുമെന്ന്. പക്ഷെ പിന്നീട് അയാൾ വീഡിയോ ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആ വീഡിയോ അയച്ചു തരാൻ പോവുകയാണെന്ന്. എന്നിട്ട് വീണ്ടും എന്നെ ബോധം കെടുത്തി. പിന്നെ ബോധം തെളിഞ്ഞപ്പോ കാട്ടിൽ കിടക്കുകയായിരുന്നു. ശില്പ, ആരെയാണ് നിങ്ങൾക്ക് സംശയം? സർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോ അയാൾക്കൊരു ഫോൺ വന്നിരുന്നു. അയാളുടെ റിംഗ് ടോൺ ശരിക്കും അതുപോലെ ഇരുന്നു. എന്റെ ബോസ് സമത് സാറിൻ്റെതുപോലെ. സമർ സാർ നിങ്ങളുടെ പ്രൊഡ്യൂസർ? അതെ സർ. ഞാൻ ഒരുപാട് നാളുകളായിട്ട് സമത് സാറിനോടൊപ്പം ജോലി ചെയ്യുന്ന ആളാണ്. പിന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഡിയോ, അതും എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ തട്ടിക്കൊണ്ടുപോയ ആളും അതേ ഡിയോഡ്രന്റ് ഉപയോഗിച്ചത്? അതെ സർ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് സമത് തന്നെയാണ് എന്നെ കിഡ്നാപ്പ് ചെയ്തതെന്ന്. അയാളാണ് റോക്കിയെ കുടുക്കിയതും അയാളാവും മേഘ്ന സാവനെ കൊന്നതും. ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ധനേഷ് നാഗരാജിന്റെ മരണവും മേഘ്ന സാവന്റെ കൊലയുമായി ബന്ധമുണ്ടെന്ന്? കാരണം ഞാൻ കോടതിയിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അത് ധനുഷും മേഘ്നയും കപ്പിളിനെ പോലെ ആയിരുന്നു സർ. അവർ ഒന്നിനു പുറകെ ഒന്നായി മരണപ്പെട്ടതും എന്തെങ്കിലും ഒരു കണക്ഷൻ കാണുമല്ലോ. സർ, പ്ലീസ് നിങ്ങൾ റോക്കി രക്ഷിക്കൂ. ആ, നിങ്ങൾ രക്ഷപ്പെട്ട സ്ഥിതിക്ക് റോക്കിയും രക്ഷപ്പെടും. ഒരു കാര്യം പറയൂ ശില്പ, നിങ്ങൾ ഏറ്റവും ആദ്യം എന്റെ അടുത്ത് വന്നെന്തിനാ പോലീസിന്റെ അടുത്ത് പോകാതിരുന്നത്? സർ, ഈ കേസിൽ പോലീസ് റോക്കിക്കെതിരാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് മാത്രമേ റോക്കിയെ രക്ഷിക്കാൻ കഴിയൂ. ആ സമത് സാറിനെ പിടികൂടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരെ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്, നിങ്ങളെ സഹായിക്കാൻ. വരുൺ, ആരും ശില്പയെ തട്ടിക്കൊണ്ടുപോകുന്നതായി കണ്ടിട്ടില്ല. എന്താ, ശരിക്കും അവരെ തട്ടിക്കൊണ്ടുപോയിരുന്നോ അതോ എന്റെ വഴിമുട്ടിക്കനെ കളിക്കുകയാണ്? എന്താ നിനക്ക് തോന്നുന്നത്? സർ, എന്തായാലും കിഡ്നാപ്പ് ചെയ്തോ ഇല്ലയോ ഇത് നമ്മൾ കോടതിയിൽ തെളിയിക്കും. ഇപ്പോ ശില്പ സുരക്ഷിതയായി തിരിച്ചു വന്നല്ലോ. ഇനി റാംബോയുടെ DVD പോലീസിന് നൽകാമല്ലോ സർ. സർ, നമ്മളിനി ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അതേ കേടി, എല്ലാവർക്കും മനസ്സിലാവണം നിങ്ങൾ ഈ കേസ് ഗതികേട് കൊണ്ട് തോറ്റതാണെന്ന്. അല്ല മിസ്സസ് ആൻബറിയ, ഇത് ഉചിതമായ സമയമല്ല. ഇനിയും കൊലയാളിക്ക് ഇങ്ങനെ തന്നെ തോന്നണം. അയാൾ തന്നെയാണ് ജയിച്ചു നിൽക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യുവരും, സമതിന്റെ വീട്ടിലേക്ക് ചെല്ല. ഇത് പിടിച്ചോ. ഇതൊന്നും വച്ചോടാ. താങ്ക്സ്. കണ്ടില്ലേ സമത്, ദൈവം ഒരിക്കലും ആരോടും തെറ്റ് ചെയ്യാറില്ല. ഒരു വാതിൽ അടയ്ക്കുകയാണെങ്കിൽ വേറെ കുറെ വാതിലുകൾ തുറന്നു തരും. ഇപ്പൊ നോക്ക്, ഇവരുടെ ഒരു ഷോ നിർത്തിയപ്പോൾ വേറെ 3 ഷോ സ്റ്റാർട്ടായി. യു ആർ ലക്കി സമത്. ഐ ആം നോട്ട് ലക്കി, ഐ ആം വെരി വെരി ലക്കി. എടോ, ഈ സംഭവിച്ചതെല്ലാം നിങ്ങളുടെ പുതിയ പ്രോഗ്രാമിംഗ് ഹെഡിന്റെ കാരണം കൊണ്ടാണ്. ഇത് എന്റെ വക ഒരു ചെറിയ സമ്മാനം. താങ്ക് യു സമത്. പക്ഷേ ഐ ഹോപ്പ് ഇത് വെറും ദക്ഷിണയാണെന്ന്. കണ്ടോ, ഇതുപോലുള്ള സമ്മാനങ്ങൾ തന്നോണ്ടേ ഇരുന്നാല് ഞാൻ നിന്റെ ഷോ എവിടെ നിന്ന് എവിടെ വരെ എത്തിക്കൂന്ന് പറന്നു പൊക്കോണ്ടിരിക്കും. I think we have to move down. എടാ, ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. ശാന്തമീ രാത്രിയിൽ. ഏയ് റോക്കി റോംബോ, ഐ മിസ് യു. ഇത് തീർന്നു പോയല്ലോ. ഇതിലൊന്നുമില്ലല്ലോ, പുതിയതെടുക്കാം. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ.
നീ ഇവിടെ എന്ത് ചെയ്യാണ്? അപ്പൊ നീയാണ് ധനുഷിനെ കൊന്നത്. ഈ റാംബോ ഇവിടെ, പിന്നെ ഈ വീഡിയോ ക്യാമറ, ഇതുകൊണ്ടല്ലേ നിങ്ങൾ വീഡിയോ ഉണ്ടാക്കിയിരുന്നത്? എന്താ നീ പറയുന്നത്? ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നീ ഇവിടെ എന്തിനാ വന്നത്? എപ്പോ വന്നു? എന്താ കണ്ടത്? പറ. ഞാൻ പറയാം. ധനുഷിന്റെ മരണശേഷം ഒരുപാട് പേർക്ക് ഗുണം കിട്ടി. വരുൺ, നന്നായി നീ വാതിൽ തുറന്നിട്ടിരുന്നത്. എനിക്ക് തോന്നിയിരുന്നു ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഞാൻ ഇവനെ വെറുതെ പേടിപ്പിച്ചതാണ്. ഞാനും അനുപമയായിട്ട് പൈസയുടെ ഒരു ഡീൽ നടന്നതാണ്. ഞാൻ ആരോടും പറയില്ല. യു നീഡ് മണി. ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും. ഇനിയിപ്പോൾ വില കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് മിസ്റ്റർ സമദ്. പക്ഷെ കോടതിയിൽ ധനുഷിന്റെ മേഘനയുടെയും മരണത്തിന്റെ വില. എന്ത്? ഞാനാണ് ധനുഷിനെ കൊന്നതെന്നോ? ഞാൻ ധനുഷിനെ കൊന്നിട്ടില്ല. എന്നെ കൊടുക്കുകയാണ് നിങ്ങൾ. റോക്കി നിരപരാധിയാണെന്ന് നിനക്കും അറിയാവുന്നതാണ്. ഇനി ശില്പയുടെ മൊഴിയും ഈ തെളിവും കാരണം ഈ കാര്യം കോടതിയെ ബോധിപ്പിക്കാൻ എളുപ്പമായി കഴിഞ്ഞു മിസ്റ്റർ സമദ്. സ്മിത്ത് ആൻഡ് വെസൺ .38 അൺലൈസൻസ്ഡ് ആയിരിക്കും. ഇനി നിങ്ങൾ സ്വയം മരിച്ചാലും കുറ്റം എന്റെ തലയിലാകും. പോകാൻ പറ്റും. കയ്യോടെ അയാളെ പിടികൂടി. നാളെ കോടതിയിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് കാണാം. ശില്പ സ്വതന്ത്രയാകും. കേസ് ജയിച്ചാൽ ശില്പ ലോകത്തു നിന്ന് സ്വതന്ത്രയാകും. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ വീഡിയോ കാരണം നിങ്ങൾ മനഃപൂർവ്വം കേസ് തോറ്റുകൊടുത്തെന്നാണ്? അതെ യുവർ ഓണർ. അവിടെ ഇരിക്കുന്ന ശില്പദേവനെ രക്ഷിക്കാനായിട്ട്. ഇനി ഇത് എന്റെ കർത്തവ്യമാണ്. ഞാൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന എന്റെ നിരപരാധിയായ കക്ഷി റോക്കിയെ രക്ഷിക്കുക എന്നത്. വാസ്തവത്തിൽ യുവർ ഓണർ, കൊല നടന്ന സമയം ഇദ്ദേഹം റെഡ് ചാനലിന്റെ ലോബിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മിസ്റ്റർ പാഠക്, നിങ്ങൾ സമ്മതിച്ചാണല്ലോ റോക്കി ബാത്റൂമിലായിരുന്നു. അതെ, ഞാൻ സ്വയം സെക്യൂരിറ്റി തേജ് ബഹദൂറിന്റെ സെൽഫോണിലെ സമയം 20 മിനിറ്റ് കുറച്ച് വെച്ചതാണ് യുവർ ഓണർ. കാരണം മനഃപൂർവ്വം എന്റെ പക്ഷം സ്ഥാപിക്കാൻ വേണ്ടി. മിസ്റ്റർ പാഠക്, ഈ പുതിയ പോയിന്റ് ശരിയാണെന്ന് എങ്ങനെ തെളിയിക്കും? ഞങ്ങൾ എങ്ങനെ കരുതും നിങ്ങൾ തന്നെയാണ് ആ സെൽഫോണിന്റെ സമയം മാറ്റിവെച്ചതെന്ന്? ഞങ്ങൾ എങ്ങനെ ഇതും മനസ്സിലാക്കും റോക്കി ബാത്റൂമിന്റെ ജനാലയിലൂടെ കേബിൾ പിടിച്ചിറങ്ങിയതല്ലെന്ന്? എന്നാൽ മിസ്റ്റർ പാഠക്, ആ ജനാലയുടെ പുറത്ത് ശരിക്കും കേബിളുണ്ട്. മിസ്റ്റർ പാഠക്, നിങ്ങൾ സ്വയം നെയ്ത വലയിൽ തന്നെ കുടുങ്ങിക്കഴിഞ്ഞു. ഇനി റോക്കിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ എന്തെങ്കിലും ശക്തമായ തെളിവ് കൂടുതൽ നിരത്തേണ്ടി വരും നിങ്ങൾക്ക്. മിസ്റ്റർ ബാലൻ, നിങ്ങളുടെ ഈ മാർഗദർശനത്തിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് സ്ഥാപിക്കാൻ ശരിയായ കൊലയാളിക്കെതിരായി തെളിവ് സമർപ്പിച്ചോട്ടെ. ബൈ ഓൾ മീൻസ് മിസ്റ്റർ പാഠക്. താങ്ക് യു മിസ്റ്റർ ബാലൻ. യുവർ ഓണർ, ഈ കയർ കൊണ്ടാണ് ശില്പദേവനെ കെട്ടിയിരുന്നത്. ഈ പാവ റാംബോ ഈ കഥയുടെ സൂത്രധാരൻ. പിന്നെ ഈ സകല വസ്തുക്കളും പ്രൊഡ്യൂസർ സമദ് എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തതാണ്. ഇത് മാത്രമല്ല യുവർ ഓണർ, ശില്പദേവൻ തന്റെ മൊഴിയിൽ കോടതിയോട് പറഞ്ഞിരുന്നു അവർക്കും സമദിനെയാണ് സംശയമെന്ന്.
മിസ്റ്റർ പാടക്, സമദ് ഇപ്പൊ മരണപ്പെട്ട് കഴിഞ്ഞല്ലോ. അതെ യുവർ ഓണർ, പിടിക്കപ്പെടുമെന്ന ഭയം കൊണ്ട് അയാൾ സ്വയം വെടിവെക്കുകയാണ് ഉണ്ടായത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും കേടി? നിങ്ങൾ സമദിനെ ആത്മഹത്യ ചെയ്യുന്നതായി കണ്ടോ? ഇല്ല, ഞാൻ അയാൾ ആത്മഹത്യ ചെയ്യുന്നതായി കണ്ടിട്ടില്ല. പക്ഷെ ആ സമയം ആ വീട്ടിൽ അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അയാളെ കൊല്ലാൻ പാകത്തിന്. എന്താ, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ നിങ്ങളുടെ അസിസ്റ്റന്റ്, എന്താ അയാളുടെ പേര്? വരുൺ, അയാളോടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ ബാലൻ? യുവർ ഓണർ, എന്റെ പ്രഗത്ഭനായ കൂട്ടുകാരൻ സമദിനെ ധനുഷ് നാഗരാജന്റെ കൊലയ്ക്ക് കുറ്റക്കാരനാക്കി റോക്കിയെ രക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ യുവർ ഓണർ, എനിക്ക് സംശയമുണ്ട്. സമദ് ഒരു വേട്ടക്കാരനല്ല, സ്വയം വേട്ടയാടപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ കോടതി മുമ്പാകെ സത്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ബാലിസ്റ്റിക് ആൻഡ് ഫോറൻസിക് എക്സ്പേർട്ട് ഡോക്ടർ അഹമ്മദിനെ വിളിച്ചുകൊണ്ട്. അനുവദിച്ചിരിക്കുന്നു. ഡോക്ടർ അഹമ്മദ്, നിങ്ങൾ കരുതുന്നുണ്ടോ സമദ് സൂയിസൈഡ് ചെയ്തതാണെന്ന്? അതെനിക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കില്ല. പക്ഷേ യൂഷ്വലി സൂയിസൈഡ് ഷോട്ട് ഇവിടെ ഇവിടെ പിന്നെ വായിനകത്തുമാണ് ചെയ്യപ്പെടാറുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഗണ്ണിന്റെ ആംഗിൾ മുകളിലേക്കാണ് ഉണ്ടാവുക. പിന്നെ ബാലിസ്റ്റിക് റിപ്പോർട്ട് പ്രകാരവും സമദ് അങ്ങനെ തന്നെയാവും ചെയ്തിട്ടുണ്ടാവുക. അതെ സാർ, സൂയിസൈഡ് കേസിൽ ഗണ്ണിന്റെ അറ്റം ശരീരത്തിൽ തൊട്ടുകൊണ്ടാവും പ്രയോഗിക്കുക. അതിനാൽ ശരീരത്തിൽ ഗണ്ണിന്റെ പൗഡർ കത്തിയ അടയാളം കാണപ്പെടും. അങ്ങനെയുള്ള അടയാളം മിസ്റ്റർ സമദിന്റെ ശരീരത്തിലും തലമുടിയിലും കാണപ്പെട്ടു. പിന്നെ പ്രോബ്ലം എന്താണ് മിസ്റ്റർ അഹമ്മദ്? പ്രോബ്ലം വെരി സിമ്പിൾ. എന്തായാലും മിസ്റ്റർ സമറിന്റെ വിരലടയാളങ്ങൾ മുഴുവൻ ആ ഗണ്ണിൽ തന്നെ കാണപ്പെട്ടു. അത് സമറിന്റെ വലത് കൈയിലേതായിരുന്നു. പക്ഷേ പ്രീവിയസ് ഹിസ്റ്ററിയും മെഡിക്കൽ റിപ്പോർട്ടും പ്രകാരം മിസ്റ്റർ സമദ് പൂർണ്ണമായും ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു. അയാൾ തന്റെ ഇടത് കൈയാണ് ഉപയോഗിച്ചിരുന്നത്. സ്വാഭാവികമായും ലെഫ്റ്റ് ഹാൻഡഡ് വ്യക്തി റൈറ്റ് ഹാൻഡ് കൊണ്ട് ഗൺ എന്തിനു പ്രയോഗിക്കണം? അതുകൊണ്ട് യുവർ ഓണർ, ഞാൻ കരുതുന്നു ഇത് സൂയിസൈഡ് അല്ല, മറിച്ച് കോൾഡ് ബ്ലഡഡ് മർഡർ ആണെന്ന്. ഡോക്ടർ അഹമ്മദ്, ലോകത്ത് ചിലർ എഴുതാനായിട്ട് വലത് കൈ ഉപയോഗിക്കും, ചിലർ ഇടത് കൈയും. പക്ഷേ ചിലർ ഇങ്ങനെയുള്ളവരുമുണ്ട്, അത്രയും സരളമായിട്ട് ഇരു കൈകളും ഉപയോഗിച്ച് എഴുതുന്നവരായിട്ട്. എന്താ ശരിയല്ലേ? വെരി ട്രൂ. നമ്മുടെ ഭാഷയിൽ അതിനെ ആംബിഡെക്സ്ട്രസ് എന്ന് പറയും. പറഞ്ഞത് വളരെ ശരിയാണ്. ആംബിഡെക്സ്ട്രസ്, അതായത് ഉഭയഹസ്തൻ യുവർ ഓണർ. എഴുതാനായിട്ട് രണ്ടു കൈകളും ഉപയോഗിക്കാൻ കഴിവുള്ളയാൾ. സമദ് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ സ്വയം എഴുതിയിട്ടുള്ളതാണ് അയാൾ ഉഭയഹസ്തനാണ്. ഇനി ഡോക്ടർ അഹമ്മദ്, എന്താ ഇത് സംഭവ്യമാണോ? മിസ്റ്റർ സമദ് തന്റെ അപരാധം പിടിക്കപ്പെടുമെന്ന ഭയം കൊണ്ട് സ്വയം വെടിവെക്കുക എന്നത്? ഇറ്റ് ഈസ് പോസിബിൾ. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ മിസ്റ്റർ ബാലൻ? ഇല്ല. ഡോക്ടർ അഹമ്മദ്, നിങ്ങൾക്ക് പോവാം. താങ്ക് യു. ഡോക്ടർ അഹമ്മദ്, നിൽക്കൂ. യുവർ ഓണർ, ഞാൻ ഡോക്ടർ അഹമ്മദിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അനുവദിച്ചിരിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. ഡോക്ടർ അഹമ്മദ്, ഞാൻ എവിടെയോ വായിച്ചിരുന്നു, ഇത്രയും അടുത്തു നിന്ന് വെടിവെക്കുമ്പോൾ ആ സ്ഫോടനം കാരണം അടുത്തുനിന്നുള്ള സ്ഫോടനം കൊണ്ട് വിരലുകളുടെ അറ്റത്തുള്ള തൊലിപ്പുറത്ത് അടയാളം കാണപ്പെടും, ചെറുതായി പൊള്ളുകയും ചെയ്യും. എന്തത് ശരിയാണോ? അത് ശരിയായ കാര്യമാണ്. പക്ഷേ സമദിന്റെ വിരലുകളിൽ അങ്ങനെ ഒരടയാളവും കാണപ്പെട്ടിട്ടില്ല. മിസ്റ്റർ സമദിന്റെ വിരലുകളിൽ അങ്ങനെ ഒരു അടയാളവും ഉണ്ടായിരുന്നില്ല യുവർ ഓണർ. മറ്റൊരു ചോദ്യം കൂടി മിസ്റ്റർ അഹമ്മദ്. മിസ്റ്റർ സമദ് ഇവിടെ വലത് കൈകൊണ്ട് വെടിവെച്ചെങ്കിൽ എങ്കിൽ അയാളുടെ ശരീരം ഏത് വശത്തേക്കാണ് വീഴേണ്ടത്? ലെഫ്റ്റ് സൈഡിലേക്ക്. തന്റെ ഇടതുവശത്തേക്കാണ് വീഴേണ്ടിയിരുന്നത്. പക്ഷേ അയാൾ മുന്നിലേക്ക് മേശയിലേക്കാണ് വീണത്. എന്താ അങ്ങനെ സംഭവിക്കുമോ? അതൊരിക്കലും സംഭവ്യമല്ല. അതിന്റെ അർത്ഥം ഇതാണ് യുവർ ഓണർ, ആരോ മിസ്റ്റർ സമദിനെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് വെടിവെച്ചു. വെടിവെച്ചതിന് ശേഷം ഗൺ അയാളുടെ കയ്യിൽ പിടിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരം മുന്നിലുള്ള മേശയിലേക്ക് തള്ളിയിട്ടു. ദാറ്റ് മീൻസ് യുവർ ഓണർ, പ്രോസിക്യൂഷന്റെ സംശയം 100% ശരിയാണ്. ഇത് ആത്മഹത്യയല്ല, ഹത്യയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ കൊലയാളി ഇപ്പോഴും ജീവനോടെ ഉണ്ട്, ഒളിവിലാണ്. ഓർഡർ.
ഓർഡർ ഓർഡർ. എന്റേതുപോലെ നിങ്ങളുടെ സംശയം ശരിയാണ്. കൊലയാളി ഇപ്പോഴും ജീവനോടെ ഇതേ കോടതിയിൽ തന്നെ ഉണ്ട്. അയാളുടെ പേരാണ് മിസ്റ്റർ റോക്കി സിംഹ. റിയലി? എങ്കിൽ ബാലൻസ് ദയവ് ചെയ്ത് ഇതുകൂടി പറഞ്ഞേക്കൂ. അതായത് മേഘന സാവന്റെയും സമതിന്റെയും കൊലയാളി ആരാണെന്ന്. കാരണം ആ സമയം റോക്കി അഴികൾക്ക് പുറകിലായിരുന്നു. അത് വേറെ കേസാണ് കേടി. ധനുഷ് നാഗരാജന്റെ കേസുമായിട്ട് ഒരു ബന്ധവുമില്ല. ബന്ധമുണ്ട് യുവർ. ആ കാര്യം തെളിയിക്കുവാൻ ഇപ്പോൾ വാദിച്ചത് വരില്ല. പക്ഷെ കോടതിയുടെ അടുത്ത ഹിയറിംഗിൽ ഉറപ്പായും തെളിയിക്കും. ആരോ ഈ കാര്യങ്ങളെ പാവയെ പോലെ കളിപ്പിക്കുകയാണ് യുവർ. പക്ഷെ അതിന്റെ അറ്റം എന്റെ കയ്യിൽ കിട്ടേണ്ട താമസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ കളി അവസാനിക്കും. ഈ കോടതി അടുത്ത ഒരു തീയതി വരെ പിരിച്ചുവിടുന്നു. സമതിന്റെ മേഘനയുടെ കൊലപാതകത്തിന് മുമ്പ് ധനുഷിന്റെ കൊലപാതകത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടി വരും. ആ അന്തിമ നിമിഷങ്ങളിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അയാൾ മരിക്കുന്നതിന് മുമ്പ് റോക്കിയുടെ പേര് വിളിക്കാൻ കാരണമായി. വൈ? ഞാൻ നോക്കാം. കഥകിൽ അടിക്കുന്നതൊന്നും നിർത്തൂ. കഥകിൽ അടിക്കുകയല്ല മിസ്സസ് ആൻമറിയ, കഥകിൽ തട്ടുകയാണ്. കഥകിൽ തട്ടുകയാണ് ചെയ്യുന്നത്. എടി വാച്ച്മാൻ ആയിരുന്നു. താഴെ ഒരു കുട്ടി നിങ്ങൾക്ക് തരാൻ ഈ സീഡ് തന്നയച്ചു. നമസ്കാരം, സ്വാഗതം റാംബോയും മരണക്കളി എന്ന പരിപാടിയിലേക്ക്. പേടിക്കണ്ട കേടി, ഞാൻ പോലീസിന്റെ പിടിയിൽ നിന്ന് ഓടിപ്പോയിട്ടില്ല. ശില്പ ഒന്നല്ല, റാംബോന്റെ 2 പപ്പറ്റ്സ് ഉണ്ടാക്കിയിരുന്നു. ഞാൻ 2 മോഷ്ടിച്ചെടുത്തിരുന്നു അന്ന്. ഞാൻ 2ാമത്തെ റോംബോ ആണ്. സമ്മതിച്ചു നിന്നെ കേടി, നീ കണ്ടുപിടിച്ചല്ലോ സമതിനെ ഞാനാണ് കൊന്നതെന്ന്. പക്ഷെ അങ്ങനെ ചെയ്ത് നീ എന്റെ ജീവൻ വീണ്ടും അപകടത്തിലാക്കി. നീ റോക്കിയുടെ കേസ് തോറ്റപ്പോ ശില്പയെ വെറുതെ വിട്ടു. പക്ഷെ ഇപ്പോൾ ഞാൻ എന്റെ അടുത്ത ഇരയെ പോകാൻ അനുവദിക്കില്ല കേടി പാട. ഇത്തവണത്തെ ഇര വേറെ ആരുമല്ല, നിന്റെ സ്വന്തം ആളാണ്. അറിയണോ വരുൺ എന്താ ഇന്ന് ഓഫീസിൽ വരാതിരുന്നതെന്ന്? ഓന്റെ ദൈവമേ, എന്തൊക്കെയാ ഇത്? കേടി സർ, എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇയാൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചാൻസ് എടുത്ത് നോക്കുന്നോ കേടി? വേണ്ടല്ലോ. എങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. നാളെ നീ കോടതിയിൽ റോക്കിയുടെ കേസ് മാത്രമല്ല, നിന്റെ ഭാവിയും ഇല്ലാതാക്കണം. സമതിന്റെ കൊലക്കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട്. നല്ല ഒരു കൊട്ട് കിട്ടിയില്ലേ? പക്ഷെ ഈ കൊട്ട് അതിലും വലുതല്ല. അടുത്ത സീഡിയുടെ കൂടെ നിനക്ക് വരുണിന്റെ ശവത്തിന്റെ കഷ്ണങ്ങളാകും കിട്ടുക. കെടി, ഇനി നിങ്ങൾ എന്ത് ചെയ്യും? പോലീസിനെ അറിയിച്ചാൽ വരുണിനെ ഒരു കൊന്നുകളയും. പിന്നെ ഈ പപ്പറ്റിന്റെ വാക്ക് കേട്ട് വരുണിനെ രക്ഷിച്ചാൽ നിങ്ങൾ ജയിലിലാവുകയും ചെയ്യും. ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ്. ഇനി ഒരു വഴിയേ ബാക്കിയുള്ളൂ മിസ്സസ് ആൻമറിയ. ആ കൊലയാളി വേറെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നാളെ കോടതിയിൽ വെച്ച് അയാളെ കസ്റ്റഡിയിലെടുക്കണം. വരുണ് മാത്രമല്ല, റോക്കിയും കൂടി രക്ഷിക്കണം. There is no other way. സോ മിസ്റ്റർ കെ ഡി പാഠക്, നിങ്ങൾക്ക് ഇതുവരെ നടന്ന 3 കൊലപാതകങ്ങളും തമ്മിലുള്ള കണ്ണി കൂട്ടി യോജിപ്പിക്കാൻ കഴിഞ്ഞോ? ഉവ്വ് യുവർ ഓണർ. പിന്നെ ഞാൻ ഇതും അറിഞ്ഞു കഴിഞ്ഞു. ആ പാവയുടെ ചരട് വലിക്കുന്നത് ആരാണ്? അതെന്റെ കക്ഷി റോക്കി അല്ല യുവർ ഓണർ, വേറെ ഒരാളാണ്. യുവർ ഓണർ, അതിനാൽ ഞാൻ റോക്കിക്ക് നീതി നേടിക്കൊടുക്കാനുള്ള പ്രയത്നം
സുപ്രീം കോർട്ട് വരെ എത്തിക്കാനും മടിക്കില്ല. ക്ഷമിക്കണം യുവർ ഓണർ. അടുത്ത സീഡിയുടെ കൂടെ നിനക്ക് വരുണിന്റെ ശവത്തിന്റെ കഷ്ണങ്ങളാകും കിട്ടുക. ഞാൻ കരുതിയതുപോലെ തന്നെ അയാൾ ഇവിടെ തന്നെയുണ്ട്. എല്ലാവരെയും കാണുന്നുണ്ട്. ആരാണ് കേടി? ആരുടെ കാര്യമാണ് പറയുന്നത്? ബാലൻസ് മുകളിലുള്ളവൻ. അദ്ദേഹം ഉള്ളിടത്തോളം ഈ കോടതിയിൽ അന്യായം നടക്കുകയില്ല. സമയമായിരിക്കുകയാണ് യുവർ ഓണർ ഈ കേസ് തുറന്നു കാട്ടാൻ. ഏറ്റവും ആദ്യം ആ വ്യക്തിയുടെ പേര്, അതായത് സമദിന്റെ കൊല നടത്തിയ ആളുടെ. ആരാണ്? ഞാനാണ് യുവർ ഓണർ. ഓർഡർ ഓർഡർ. ഇതെന്താ നിങ്ങൾ പറയുന്നത് കേടി? സമതെന്ന് എന്റെ അസിസ്റ്റന്റ് വരുണിന് നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ അപ്പോൾ ആ ഗണ്ണ് തെറ്റിപ്പറിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ ഞങ്ങൾ തമ്മിൽ പിടിവലിയായി. അതിനിടയിൽ വെടിപൊട്ടി. ദൗർഭാഗ്യം കൊണ്ട് സമദിന്റെ മരണം സംഭവിച്ചു. മിസ്റ്റർ സമദിനെ ഞാനാണ് കൊന്നത് യുവർ ഓണർ. ക്ഷമ ചോദിക്കുകയാണ് യുവർ ഓണർ. എന്റെ പക്ഷം തെളിയിക്കാൻ വേണ്ടി എനിക്ക് സെൽഫോൺ കോടതിയിൽ കൊണ്ടുവരേണ്ടി വന്നു. ഒരു വാക്കിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് യുവർ ഓണർ. നോക്കൂ, സബാഷ്. എനിക്കെന്റെ ഏറ്റുപറച്ചിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അങ്ങനെയാണ് ആഗ്രഹിച്ചത്. മുകളിലുള്ളവനല്ല, ശരിയായ കൊലയാളി. യുവർ ഓണർ, ശരിയായ കൊലയാളി ആഗ്രഹിച്ചത് ഞാൻ റോക്കിയുടെ കേസ് തോറ്റ് സമദിന്റെ കൊലയുടെ ആരോപണം എന്റെ തലയിൽ ഏറ്റണമെന്ന്. ഇല്ലെങ്കിൽ അയാൾ എന്റെ അസിസ്റ്റന്റ് വരുണിനെ കൊല്ലും. അയാൾ ഇപ്പോൾ കൊലയാളിയുടെ പിടിയിലാണ്. ഓർഡർ ഓർഡർ. ഇതെന്താ നിങ്ങൾ പറയുന്നത് കേടി? ഇതാരാ നിങ്ങളോട് പറഞ്ഞത്? അയാൾ തന്നെയാണ് യുവർ ഓണർ. ഇപ്പോൾ അയാൾ ഈ സമയം കോടതിയിൽ നമ്മുടെ ഇടയിൽ ഹാജരാണ്. ഇനിയും അധികം നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ അയാളുടെ മുഖംമൂടി അഴിച്ചു മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. അനുപമ. അനുപമ, ഒരു കാര്യം പറയും. ആ സമയം മരണപ്പെട്ട ധനുഷ് നാഗരാജ്, അദ്ദേഹം ബാത്റൂമിൽ നിന്നും ബഹളം വെച്ചപ്പോൾ നിങ്ങൾ ആ സമയം ബാത്റൂമിന് വെളിയിൽ നിൽക്കുകയായിരുന്നു അല്ലെ? അതെ. അപ്പോൾ കതക് തുറന്ന് അകത്തു കയറി അയാളെ രക്ഷിക്കുവാനുള്ള വിചാരം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ല? അതെ, തോന്നിയിരുന്നു. പക്ഷെ അകത്തേന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്ന് അകത്തേക്ക് കടക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അല്ലല്ല, തെറ്റിപ്പോയി നിങ്ങൾക്ക്. അന്ന് കതക് അകത്തു നിന്നല്ല, പുറത്തു നിന്നാണ് പൂട്ടിയിരുന്നത്. പുറത്തുനിന്ന്? യുവർ ഓണർ, എന്റെ അസിസ്റ്റന്റ് വരുൺ അന്ന് ആ ബാത്റൂമിൽ തിരച്ചിൽ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കതക് അകത്തുനിന്നും പുറത്തുനിന്നും രണ്ടു തരത്തിലും അടയ്ക്കാവുന്നതാണെന്നാണ്. പിന്നെ അന്ന് ആ സമയം ബാത്റൂമിന്റെ ഡോർ പുറത്തുനിന്നും അടച്ചിരിക്കായിരുന്നു യുവർ ഓണർ. പക്ഷെ കേടി, കതക് പുറത്തുനിന്ന് ആരാണ് ലോക്ക് ചെയ്തത്? അയാൾ തന്നെ ബാലൻസ്. കുറച്ചു സമയം മുമ്പ് ധനുഷിന്റെ കൊല നടത്തി പുറത്തിറങ്ങിയ ആ ആൾ. ഇത് നിങ്ങൾ എന്താണ് പറയുന്നത് കേടി? ധനുഷ് പറഞ്ഞ റോക്കി അയാളെ കൊല്ലാൻ പോവാണെന്ന്. അതെ, പറഞ്ഞിരുന്നു. വേറെ എന്തോ കൂടി പറഞ്ഞിരുന്നു. മരണപ്പെട്ട ധനുഷ്. ഒന്ന് ഓർത്തു നോക്കൂ അനുപമ, എന്താ പറഞ്ഞത്? അത് അയാൾ പറഞ്ഞത് കതക് തുറക്ക്, അയാളെ പുറത്തേക്ക് വരാൻ അനുവദിക്കുന്നു. അനുപമ, ഇനി നിങ്ങൾ ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, ഒരു ബാത്റൂമിൽ അടയ്ക്കപ്പെട്ടാൽ എന്ത് ചെയ്യും നിങ്ങൾ? ഞാൻ സഹായത്തിന് വേണ്ടി ഒച്ചയിടും. സഹായത്തിന് വേണ്ടി ഒച്ചയിടും. പിന്നെ കതകിൽ തട്ടും, അത് തുറക്കാൻ ശ്രമിക്കും. അങ്ങനെ പുറത്തേക്ക് വരാനുള്ള ശ്രമം നടത്തും.
എങ്കിൽ എന്തുകൊണ്ടാണ് അനുപമ ഒന്ന് പറയാമോ? മരണപ്പെട്ട ധനുഷ് അങ്ങനെയൊന്നും ചെയ്യാനുള്ള ശ്രമം നടത്താതിരുന്നത്. വെറുതെ ഒച്ചയിടുക മാത്രമാണ് ചെയ്തത്. എന്താ? ഒരുപക്ഷെ അയാളുടെ നെഞ്ചിൽ കത്തി കുത്തിയിരുന്നു, കഥകിൽ തട്ടാനുള്ള അവസ്ഥയിലായിരുന്നില്ല. ബാലൻസ് പോലീസ് പറയുന്നത് ധനുഷിന്റെ ശവശരീരം ബാത്റൂമിന്റെ ഡോറിനടുത്തായിരുന്നു എന്നാണ്. യുവർ ഓണർ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. എന്താ ആ സമയം മരണപ്പെട്ട ധനുഷ് അത്രയ്ക്ക് അവശതയിൽ തളർന്നിരിക്കുകയായിരുന്നു. ഉറക്കെ നിലവിളിക്കാൻ സാധിക്കുമായിരുന്നു, പക്ഷെ കൈ ഉയർത്തി കഥകിൽ തട്ടാൻ കഴിയുമായിരുന്നില്ല. സമ്മതിച്ചു, കഥകിൽ തട്ടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്താണ് തെളിയുന്നത്? അതേ കേടി, പെട്ടെന്ന് നിങ്ങൾ ഈ പോയിന്റ് അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ് യുവർ ഓണർ. അന്നെന്റെ കാര്യാലയത്തിൽ എന്റെ ഓഫീസിൽ ഒരാൾ കഥകിൽ തട്ടിയപ്പോൾ എന്റെ ഉള്ളിൽ മയങ്ങിക്കിടന്ന ഒരു ചോദ്യം മനസ്സിൽ ഉണർന്നു വന്നു. എന്തുകൊണ്ടാണ് മരണപ്പെട്ട ധനുഷ് നാഗരാജ് ആ സമയം ബാത്റൂമിന്റെ കഥകിൽ തട്ടിയില്ല എന്ന്? നിങ്ങളുടെ ഈ തട്ടൽ എന്റെ ഉള്ളിലും തട്ടുന്നുണ്ട്. എന്താ, മരണശേഷം ധനുഷിന്റെ ആത്മാവൊന്ന് രക്ഷിക്കണമായിരുന്നോ? അങ്ങനല്ല ബാലൻസ്, ആത്മാവല്ല. ആ സ്വരം യുവറാണോ ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടേതായിരുന്നു. അപ്പോൾ ബാത്റൂമിന് വെളിയിൽ നിന്ന് ഒരാളിന്റെ. എന്ത്? ആള് പുറത്ത്, ശബ്ദം ഉള്ളിൽ നിന്ന്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആബ്സല്യൂട്ട്ലി പോസിബിൾ ബാലൻസ്. മായ, വെൻട്രിലോക്വിസം യുവറാണോ. ധ്വനി വിടംബനം. ഒരു വ്യക്തി വായ അടച്ചുപിടിച്ച് ശബ്ദം പുറപ്പെടുവിക്കും. കാണുന്നവർക്ക് തോന്നും ശബ്ദം വേറെ എവിടെ നിന്നാണ് വരുന്നതെന്ന്. മടിയിലിരിക്കുന്ന പാവയിൽ നിന്നും, മുന്നിലിരിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ വായിൽ നിന്നും, അതല്ലെങ്കിൽ അടഞ്ഞുകിടക്കുന്ന ബാത്റൂമിനുള്ളിൽ നിന്നും യുവറാണോ. പക്ഷെ എനിക്ക് വെന്റിലേറ്റേഴ്സും ഒട്ടും അറിയില്ല. പേടി വേണ്ട അനുപമ, എനിക്ക് നന്നായിട്ടറിയാം വെന്റിലേറ്ററിസ്റ്റ് ശരിക്കും ആ വ്യക്തി നിങ്ങളല്ല, വേറൊരാളാണെന്ന്. യുവറാണോ, റോക്കിയും ശില്പയുമാകാൻ സാധ്യതയില്ല. കാരണം ആ സമയം ഇവർ രണ്ടുപേരും ബാത്റൂമിന്റെ പരിസരത്തുണ്ടായിരുന്നില്ല. ശരിക്കുള്ള വെന്റിലേറ്ററിസ്റ്റ് മൂന്നാമതൊരാളാണ് യുവറാണോ. 6 വർഷം മുമ്പ് ദ ഗ്രേറ്റ് വെന്റിലേറ്ററിസ്റ്റ് ആൻഡ് പപ്പറ്റിയർ ശ്രീ രാംദാസ് അഥർവയുടെ അടുത്ത് ഇദ്ദേഹം 11 മാസത്തെ കോഴ്സ് ചെയ്തിരുന്നു. Am I right? Or am I right? Mr. Pankaj Chhatarpurj. അപ്പോൾ മിസ്റ്റർ പങ്കജ്, ഏറ്റവും ആദ്യം ദയവ് ചെയ്ത് ജഡ്ജ് സാറിനോട് പറയൂ, നിങ്ങൾ ഈ കാര്യം എപ്പോൾ, എവിടെ, എന്തിന് ധനുഷ് നാഗരാജിനെ കൊന്നു? അതിനുശേഷം മേഘനയുടെയും സമതിന്റെയും കാര്യങ്ങൾ പറയാം. എന്താണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. അത് വിടൂ. എന്തായാലും കയ്യോടെ ഇത് പറയൂ, നിങ്ങൾ എന്റെ സഹായി വരുണിനെ എവിടെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്? പോയി കൊണ്ടുവരണം. ഏത് വരുൺ? ഏത് വരുണിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? എനിക്ക് ഒരു വരുണിനെ അറിയില്ല. ആണോ? അപ്പോൾ നിങ്ങൾ അയാളെ കൊല്ലുമെന്നുള്ള ഭീഷണി SMS-ലൂടെ എനിക്കെന്തിനാ അയച്ചത്? എന്ത് മെസ്സേജ്? യു ക്യാൻ ചെക്ക് മൈ മൊബൈൽ ഫോൺ. ഇതിൽ ഒരു മെസ്സേജും കാണില്ല. അല്ല മിസ്റ്റർ പങ്കജ്, ഞാൻ ഈ ഫോണിന്റെ കാര്യമല്ല പറയുന്നത്. ആ ഫോണിനെ കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങളുടെ രഹസ്യ നമ്പറിന്റെ കാര്യം. എന്താ ഇത് സർ? ഇൻസ്പെക്ടർ രവി, ഒന്ന് തിരഞ്ഞു. താങ്ക് യു ഇൻസ്പെക്ടർ രവി. ഈ മെസ്സേജ് നിങ്ങൾ എനിക്ക് അയച്ചത്, ഇത് എനിക്ക് ലഭിച്ചത്. യുവർ ഓണർ, എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങളുടെ അപരാധം തെളിയിക്കുവാൻ എനിക്ക് വേറെ എന്തെങ്കിലും തെളിവ് ആവശ്യമായി വരുമെന്ന്. ഇനി പറയൂ മിസ്റ്റർ പങ്കജ്. അതെ, ഞാൻ തന്നെയാണ് ധനുഷിനെ കൊന്നത്.
അന്ന് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ബ്രേക്ക് എടുത്തപ്പോൾ കോൺട്രാക്ടിന്റെ ഫയൽ എടുത്ത് വീണ്ടും ബോർഡ് റൂമിലേക്ക് പോയി. എന്നിട്ട് ധനുഷ് നാഗരാജിന്റെ സൈൻ വാങ്ങണമെന്ന് കാരണം പറഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ വെൻട്രിലോക്കിസം കൊണ്ട് ശബ്ദം ഉണ്ടാക്കി, ധനുഷ് അകത്തുനിന്ന് സഹായം ചോദിക്കുന്നത് പോലെ. റൈറ്റ്. പിന്നെ നിങ്ങൾക്ക് തോന്നി ഞാൻ റോക്കിയെ രക്ഷപ്പെടുത്തുമെന്ന്. റാംബോയെ നിങ്ങൾ മോഷ്ടിച്ച് എന്റെ മുന്നിൽ ഈ പാവക്കുത്ത് രചിച്ചു. അതെ, ഞാനാണ് നിങ്ങളുടെ ഫയലിൽ മേഘനയുടെ ടിഷ്യൂ ഉപയോഗിച്ച് നോട്ട് എഴുതിയത്. എന്നിട്ട് എന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് വീഡിയോ CD നിങ്ങൾക്ക് അയച്ചത്. പിന്നെ മേഘനയുടെ കഥ കഴിച്ചു. ശില്പയെ കിഡ്നാപ്പ് ചെയ്തു. അവളെ ധരിപ്പിച്ചു ഞാൻ സമതാണെന്ന്. ഇത് പറയൂ മിസ്റ്റർ പങ്കജ്, സമതിന്റെ വീട്ടിൽ നിങ്ങൾ ആ സാധനങ്ങൾ എപ്പോഴാണ് ഒളിപ്പിച്ചത്? അന്ന് ഞാനും അനുവും സമതിനെ കാണാൻ ചെന്നപ്പോൾ ഞാൻ നിങ്ങൾ അവിടെ വന്നിട്ട് പോകുന്നത് കണ്ടു. അവസാനം നിങ്ങൾ വരുണിനെ ബന്ദിയാക്കി. ഇപ്പോൾ എവിടെയുണ്ട് എന്റെ അസിസ്റ്റന്റ് വരുൺ? അവൻ മാഹിം ഫോർട്ടിന്റെ അകത്ത് 24 ആസാദ് ലൈൻ. ഈ കളിച്ച കളി മുഴുവൻ നിങ്ങൾ അതിന് പിന്നിലെ കാരണം പറയാൻ സാധിക്കും? കാരണം ഉണ്ടായിരുന്നു കാരണം. ചെറുപ്പം മുതൽ ഞാൻ വെൻട്രിലോക്കിസ്റ്റ് അവൻ ആഗ്രഹിച്ചു. ഞാൻ ടിവിയിലെ ആദ്യത്തെ വെൻട്രിലോക്കിസം ഷോ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ റോക്കി എന്നെ തോൽപ്പിച്ചു. എന്റെ പണ്ട് മുതലുള്ള ആഗ്രഹം ഇല്ലാതാക്കി. ഒപ്പം എന്റെ പ്രേമവും. ഒരു ചാനലിലും എനിക്ക് ഷോ തരാൻ തയ്യാറാവാതിരുന്നപ്പോൾ അവൾ എന്നെ ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് കരുതി എന്നെ വിട്ട് മറ്റാരെയോ കല്യാണം കഴിച്ചു. എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ റോക്കി എന്റെ പേഴ്സണലും പ്രൊഫഷണൽ ലൈഫും ഇല്ലാതാക്കി. Thank you for the confession, Mr. Pankaj Chaturvej. The defense rests your honor. ഈ കോടതി പങ്കജ് ചതുർഭുജനെ ധനുഷ് നാഗരാജൻ, മേഘന സവാൻ കൂടാതെ സവാൻ എന്നിവരുടെ കൊലയുടെ ഉത്തരവാദി എന്ന് കണ്ട് സെക്ഷൻ 302 പ്രകാരം മരണം വരെ തൂക്കിലേറ്റാൻ വിധിക്കുന്നു. കൂടാതെ മിസ്റ്റർ റോക്കി അഥവാ രൺദീപ് സിൻഹയ്ക്ക് മേലുള്ള എല്ലാ ആരോപണങ്ങളും പിൻവലിച്ച് അദ്ദേഹത്തെ നിരുപാധികം വിട്ടയക്കുന്നു. The case is closed. ഇനിയും തീർച്ചയായും കണ്ടുമുട്ടാൻ കഴിയും. വിധി അങ്ങനെയെങ്കിൽ തീർച്ചയായും തീർച്ചയായും. ഏയ്, വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് കേടി സർ. ആൻഡ് ഡബിൾ താങ്ക് യു. ഡബിൾ എന്തിന്? കാരണം എന്നെയും എന്റെ ഒപ്പം റാംബോയെ രക്ഷിച്ചതിന്. നിന്റെ പാർട്ട്ണർ? യെസ്. ഇനി എനിക്ക് നിന്റെ പാർട്ട്ണറെ പരിചയപ്പെടുത്തി തരണം. Am I right? Or
യുവർ ഓണർ, ഈ കേസ് നമ്മൾ ചിന്തിച്ചിരുന്നത് പോലെ അത്രയും സരളമായതല്ല. ഇൻസ്പെക്ടർ രവിയും മിസ്റ്റർ രഞ്ജൻ ശേഖറും സാക്ഷിയുടെ മൃതദേഹം 5 മണിക്കാണ് തൂക്കിയിട്ടിരുന്ന നിലയിൽ കാണാൻ കഴിഞ്ഞത്. യുവർ ഓണർ, പ്രോസിക്യൂഷന്റെ ഈ പോയിന്റിനുള്ള ഉത്തരം നൽകുക വളരെ എളുപ്പമാണ്. എന്റെ 3 സാക്ഷികളും അവരുടെ മൊഴിയിൽ പറഞ്ഞു കഴിഞ്ഞതാണ് സാക്ഷിയുടെ മരണം നടന്ന സമയം. ആ സമയം അവർ അവരുടെ പ്രത്യേക കാരണങ്ങളാൽ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല എന്ന്. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോകൾ കാണാം.